السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ബഹുമാന്യരായ പണ്ഡിത ജ്യേഷ്ഠ സുഹൃത്തുക്കളെ, സദസ്സിനെ മനോഹരമാക്കുന്ന മലപ്പുറത്തിന്റെ ഈ പ്രത്യേക മൈതാനത്തിലെ പ്രൊഫ്കോണിന്റെ സദസ്സിനെ പ്രൗഢമാക്കുന്ന, ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കണം, മനസ്സിലാക്കണം, പ്രാവർത്തികമാക്കണം എന്നാഗ്രഹിച്ച് വിലപ്പെട്ട സമയം നീക്കിവെച്ച് ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എന്റെ അനിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിന്റെ നാഥനായ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു സൽക്കർമ്മമായി നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ, മാറ്റിത്തീർക്കുമാറാകട്ടെ. ഒരു ഖുതുബ കഴിഞ്ഞു. പള്ളിയിൽ ഞാനിരിക്കുമ്പോൾ ആ പള്ളിയുടെ കോർണറിലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ കരയുന്നത് കണ്ടു. വെള്ളിയാഴ്ചയിലെ അന്നത്തെ ഖുതുബയുടെ വിഷയം മാതാപിതാക്കളോടുള്ള കടമ എന്നായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു. എന്തിനാണ് നിങ്ങൾ വല്ലാതെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യന്റെ മറുപടി, വിദേശത്ത് ഞാൻ കുറെ കാലമായി ജോലി ചെയ്യാണ്. ആദ്യഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് അരമണിക്കൂറിൽ കുറയാത്ത സമയം എല്ലാ ദിവസവും നെറ്റ് വഴി വിളിക്കാറുണ്ട്. ഇന്നലെ ഞാൻ സിസ്റ്റത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ പെടുന്നതിന് അതിന് തകരാറ് സംഭവിക്കുകയും എനിക്കെന്റെ വീട്ടിലേക്ക് വിളിക്കാനും സംസാരിക്കാനും സാധിക്കാതെ വരികയും ചെയ്തു. ഉടനെ ഞാൻ പണം പോകുന്നത് വിഷയമാക്കാതെ എന്റെ മൊബൈൽ, അതിൽ നിന്ന് എന്റെ ഭാര്യയുടെ നമ്പറിലേക്ക് ഞാൻ വിളിക്കാൻ തീരുമാനിച്ചു. റിംഗ് ചെയ്തു. ഫോൺ എടുത്തത് പ്രായമുള്ള ഒരു ശബ്ദത്തിലായിരുന്നു. അവിടെ നിന്ന് മറുപടി എനിക്ക് കിട്ടിയത്. എനിക്കറിയാം ആ ഫോൺ എടുത്തത് എന്റെ പ്രായമുള്ള, വർഷങ്ങളായി എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, എന്റെ വരവ് പ്രതീക്ഷിച്ചു നിൽക്കുന്ന, ഒരു സമയത്തെങ്കിലും എന്റെ വിളി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന ഒരു വിളി കേൾക്കാൻ കൊതിക്കുന്ന എന്റെ പ്രിയങ്കരിയായ മാതാവാണ് എന്നെനിക്കറിയാം. പക്ഷെ ഞാൻ എന്റെ വിദേശ ജീവിതത്തിൽ അരമണിക്കൂറിലധികം സമയം വീട്ടിലേക്ക് വിളിച്ചിട്ടും ഉമ്മയെ ചോദിക്കാറില്ല, ഉമ്മയോട് സംസാരിക്കാറില്ല. ഉമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഒരു ബാഹ്യതലത്തിൽ പോലും ഞാൻ ചോദിക്കാറില്ല. ഇന്ന് ഞാൻ സിസ്റ്റം തകരാറായതുകൊണ്ട് എന്റെ മൊബൈൽ വഴി എന്റെ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോ ആ ബെല്ലടി കേട്ട് എന്റെ മാതാവാണ് ഫോൺ എടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പണം പോകുന്നത് ഓർത്തുകൊണ്ട് ഉടനെ അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് സലാം പറയുമ്പോ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ എന്ന പ്രായമേറിയ ഒരു സ്വരത്തിൽ മറുപടി കേട്ടപ്പോ റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു പോയി. എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ഈ തള്ളയാണല്ലോ ഫോൺ എടുത്തത്. ഞാൻ വിളിച്ചത് എന്റെ ഭാര്യയെ കിട്ടാനാണ്, എന്റെ മക്കളെ കിട്ടാനാണ്. 5 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചപ്പോ അവർ തന്നെയാണ് ഫോൺ എടുത്തത്. എന്തേ, നേരത്തെ എടുത്ത ആള് തന്നെയാണല്ലോ, നമ്പർ മാറിപ്പോയോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. ഒരു ഭാഗത്ത് അത് നിൽക്കുന്നു.
ശരി, അയാൾ പശ്ചാത്താപ മനസ്സുമായി ഏറെ വേദനിച്ച് കരഞ്ഞ് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന രംഗം നേർക്കുനേരെ കാണാൻ പറ്റിയൊരു സന്ദർഭത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഇന്നലെ ഗൈഡൻസ് സെന്ററിൽ ഇരിക്കുമ്പോ ഒരു സഹോദരൻ കയറി വരുന്നു. ശരി, തന്റെ രഹസ്യങ്ങൾ, പറയാവുന്ന രഹസ്യങ്ങളെ തന്റെ മുമ്പിൽ വെച്ച് ഒരാളുടെ മുമ്പിൽ പറഞ്ഞ് അതിന് പരിഹാരം കാണുന്ന ഒരു മേഖലയായതുകൊണ്ട് അതാര് എന്നത് ഒരിക്കലും പ്രസക്തമല്ലല്ലോ. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെട്ടുപോയി. ഞാൻ ഒരു പണ്ഡിതനെ സമീപിച്ചു. എനിക്ക് പണ്ഡിതനാണെന്ന് തോന്നുന്ന ഒരു പണ്ഡിതനെ, തൗഹീദ് രംഗത്തുള്ള പണ്ഡിതനെയല്ല. ഞാൻ അയാളെ സമീപിച്ച് എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞു, ളുഹറിന്റെ കൂടെ സമയമുണ്ടെങ്കിൽ ഒരു ളുഹർ അധികം നമസ്കരിക്കുക, അസറിന്റെ കൂടെ സമയമുണ്ടെങ്കിൽ ഒരു അസർ കൂടി നമസ്കരിക്കുക, മഗ്രിബിന്റെ കൂടെ ഇശാഇന്റെ കൂടെ സുബഹിയുടെ കൂടെ പറ്റുമെങ്കിൽ നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നഷ്ടപ്പെട്ടു പോയ വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര നമസ്കാരം പോയിട്ടുണ്ടോ ആ നമസ്കാരത്തെ നീ അനുഷ്ഠിച്ചു വീട്ടേണ്ടതുണ്ട് എന്ന മറുപടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു മേഖലയിലൂടെ ഈ സദസ്സിൽ എന്റെ അനുജന്മാരായി അനുജത്തിമാരായിരിക്കുന്ന വൈജ്ഞാനിക രംഗത്തിന്റെ ഉത്തുംഗതയിലേക്ക് കയറിപ്പോയി സമൂഹത്തിന്റെ മുമ്പിൽ സേവനമനുഷ്ഠിക്കുവാനും ഒരു ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്ന എന്റെ അനുജന്മാരെ അനുജത്തിമാരെ ആലോചിക്കുക. എന്റെ ജീവിതത്തിലും പ്രായപൂർത്തിയെത്തി, പക്വതയെത്തി, നമസ്കാരത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി, ഇബാദത്തുകളെക്കുറിച്ചുള്ള ധാരണയുണ്ടായി കഴിഞ്ഞിട്ടും എന്റെ ജീവിതത്തിൽ നിന്ന് നമസ്കാരങ്ങളേറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെ ളുഹറിന്റെ കൂടെ ഒന്ന് അധികമാക്കി രണ്ടെണ്ണം ചേർത്ത് വെച്ച് നമസ്കരിക്കലാണോ അതിനുള്ള പരിഹാരമാർഗം? ഒരിക്കലുമല്ല. ഇതാ എന്റെ വിഷയമാണ് അതിനുള്ള പരിഹാരം. ഇന്നു മുതൽ എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ആരാധനകളുടെ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിച്ച് നഷ്ടപ്പെട്ടുകൂടാ. എന്റെ ജീവിതത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു ആരാധനാകർമ്മങ്ങളും ഇല്ല, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് മടങ്ങി കഴിഞ്ഞുപോയതിനെക്കുറിച്ചുള്ള ഖേദപൂർവമായ മനസ്സുമായി, കുറ്റബോധത്തോടുകൂടിയുള്ള മനസ്സുമായി ലോകത്തിന്റെ സ്രഷ്ടാവായ റബ്ബിലേക്ക്, ആകാശത്തിലേക്ക് എന്റെ കൈകൾ ഉയർത്തി വേദനയോടുകൂടി മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴി പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലില്ല. ഇങ്ങനെ കുറെ മേഖലകൾ. പാതിരാത്രിയിൽ ആരാരുമില്ലാത്ത എന്റെ ബെഡ്റൂമിൽ എന്റെ വാതിൽ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി എന്റെ സിസ്റ്റം ഉപയോഗിച്ച്, നെറ്റ് സംവിധാനം ഉപയോഗിച്ച് ഞാൻ കണ്ട അശ്ലീലതകൾ, ഞാൻ കയറിപ്പോയ ആഭാസങ്ങളുടെ രംഗങ്ങൾ ഇല്ല, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തുണ്ട് പരിഹാരം? ഞാൻ നന്നാവില്ലെന്ന് തീരുമാനിക്കുകയാണോ? ഇനി എനിക്ക് നന്നാവാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുകയാണോ? ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന നിരാശയുടെ കോണിലേക്ക് ഞാൻ നടന്നു പോവുകയാണോ? അല്ല, ലോകത്തിന്റെ സൃഷ്ടാവായ, അണ്ടഘടാഹങ്ങളുടെ അധിപനായ, പ്രപഞ്ചത്തിന്റെ നാഥനായ, ലോകൈകനാഥനായ, റഹ്മാനും റഹീമും ഗഫൂറുമായ ആ പ്രപഞ്ചനാഥൻ ദാ നമുക്ക് വാക്ക് തരുന്നു, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. പക്ഷേ മനസ്സിന്റെ അകത്തളങ്ങൾ കോറിയിടുന്നത് പോലെ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. ഈ തെറ്റ് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഇതാ എന്റെ മനസ്സിൽ വേദനയുണ്ടായിരിക്കുന്നു. ഒരു പശ്ചാത്താപ മനസ്സുമായി ചെയ്തുപോയ കുറ്റത്തെക്കുറിച്ചോർത്ത് ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങാൻ എനിക്ക് ഈ സമയത്തൊരു ബോധമുണ്ടായിരിക്കുകയാണ്. പ്രോഫ്കോൺ എന്ന് പറയുന്ന ഈ പ്രത്യേകമായ പ്രോഗ്രാമിന്റെ ഈ മൈതാനത്തേക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് കയറി വരുമ്പോ സമാപന ദിവസത്തിലെത്തി നിൽക്കുന്ന ഈ സമയം വരെ വ്യത്യസ്തമായ സംസാരങ്ങളിലൂടെ ഞാൻ കേട്ടപ്പോ എന്റെ മനസ്സിൽ ആരോ നോവിക്കുന്നത് പോലെ, വേദനിപ്പിക്കുന്നത് പോലെ അതെനിക്കെതിരെയാണ് പറയുന്നത്. ആ സംസാരം എനിക്കെതിരെയാണ്, എന്റെ പെരുമാറ്റത്തിനെതിരെയാണ്, എന്റെ നോട്ടത്തിനെതിരെയാണ്, എന്റെ ഇടപെടലുകൾക്കെതിരെയാണ്, എന്റെ ക്രയവിക്രയങ്ങൾക്കെതിരെയാണ്, ഞാൻ മാതാവിനോട് കാണിച്ച ക്രൂരതയ്ക്കെതിരെയാണ്, ഞാൻ എന്റെ പിതാവിനോട് സംസാരിച്ചു പോയ അതിക്രമപരമായ വാക്കുകൾക്കെതിരെയാണ്, ഞാൻ എന്റെ സഹപാഠിയായ എന്റെ പെങ്ങളെ പോലെ കാണേണ്ടതിന് പകരം, അതെ എന്റെ ആങ്ങളയെ പോലെ കാണേണ്ടതിന് പകരം അങ്ങനെയാണ് ഞാൻ സംസാരം ആരംഭിച്ചത്. അതൊക്കെ ഒരു ബാഹ്യാർത്ഥത്തിലുള്ള ഒരു സഹോദരൻ, ഒരു സഹോദരി എന്ന നിലയ്ക്കുള്ള വർത്തമാനം മാത്രമാണ്. പക്ഷേ അവിടെ നിന്ന് പരിധി വിട്ട് പിശാചിടപെട്ട് പലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്തുണ്ട് പോംവഴി, എന്തുണ്ട് മാർഗമെന്നതായിരുന്നു ഇന്നലകളിൽ ഇവിടെ നടന്ന സർവ്വ സംസാരങ്ങളും. ആ സംസാരങ്ങളിലൂടെ എന്നെ വേദനിപ്പിച്ച മേഖലകൾ, എന്നെ വേദനിപ്പിച്ച ഒരുപാട് സന്ദർഭങ്ങൾ, അതിനുള്ള പരിഹാര മാർഗം മാത്രം ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് മുമ്പാകെ നിർദ്ദേശിക്കുക എന്നത് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഇതാ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന പ്രയോഗം ഒരുപാട് നടത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു പ്രയോഗത്തിന് അർത്ഥമില്ല.
ആ പ്രയോഗം ഭൂഷണവുമല്ല, ആ പ്രയോഗം ശരിയുമല്ല. പക്ഷേ നമ്മുടെ മനസ്സുകളിൽ അറിയാതെ വന്നു പോയിട്ടുണ്ടാകും, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനത് കാണാൻ പാടില്ലായിരുന്നു, ഞാനതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു, ഒരിക്കലും ആ പെൺകുട്ടിയോട് അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ നടത്താൻ പാടില്ലായിരുന്നു, എന്റെ മൊബൈലും ഇന്റർനെറ്റ് സംവിധാനങ്ങളും എന്റെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആ വൃത്തികെട്ട ഒരു മേഖലയിലേക്ക് ഞാൻ നടന്നു പോകാൻ പാടില്ലായിരുന്നു. ആരാരും എന്നെ കാണുന്നില്ലെങ്കിലും അന്ത്യയാമങ്ങളിലും കൂരിരുട്ടിലുമാണെങ്കിലും ഇതാ എല്ലാം പതിസ്ഥാനത്തിരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന് പരിചയപ്പെടുത്തുന്ന ആ ലോകത്തിന്റെ സ്രഷ്ടാവായ റബ്ബിന്റെ കണ്ണിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന്, വീക്ഷണത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവില്ലല്ലോ. എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന ആ പ്രപഞ്ചനാഥനായ റബ്ബിന്റെ കാഴ്ചയിൽ നിന്ന് എനിക്കൊന്നും മറച്ചു വെക്കാനാവില്ലല്ലോ. അവൻ ഇരുട്ടും വെളിച്ചവും ഒരു പ്രശ്നമല്ലല്ലോ, അവൻ അന്ത്യയാമങ്ങളും പകൽ സമയങ്ങളും ഒരു പ്രശ്നമല്ലല്ലോ, അവര് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എന്ന് പറയുന്ന നമ്മൾ നിശ്ചയിച്ച് നാം പഠിക്കാൻ എളുപ്പമാക്കിയിരിക്കുന്ന ആ പ്രയോഗങ്ങളൊന്നും അള്ളാഹുവിനൊരു പ്രശ്നമല്ലല്ലോ. അവന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മറുപടി പറയേണ്ടി വരുന്ന ഒരു കോടതിയെക്കുറിച്ച് ഇവിടുത്തെ ഹൈക്കോടതിയല്ലല്ലോ, ഇവിടുത്തെ സുപ്രീം കോർട്ടല്ലല്ലോ, മറിച്ച് നീതിപൂർവമായ ഒരു കാരക്കുരുവിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന നിസ്സാരമായ പാടയുടെ അത്ര അളവ് പോലും ഇല്ല അനീതി കാണിക്കാത്ത ആ റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്ത് മറുപടി പറയേണ്ടി വരും? ഇവിടെ എനിക്ക് നൈമിഷികമായ സുഖത്തിന് വേണ്ടി, ഒരു നശ്വരമായ ഒരു ആസ്വാദനത്തിന് വേണ്ടി, നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൂട്ടിയ ഈ വിക്രിയകൾ, ഈ തോന്നിവാസങ്ങൾ, ഈ അനാവശ്യങ്ങൾ, ഈ അതിക്രമങ്ങൾ, ഈ വേണ്ടാവൃത്തികൾ, ഈ നെഗറ്റീവ്സുകൾ, പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന ബോധം, ആ ബോധമാണ് ഒരു മനുഷ്യന് നന്മയിലേക്ക് നടത്തുന്നത്. ആ ബോധമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. അതിന് പണ്ഡിത ലോകം പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ഞാൻ ഇന്നലെ തൗബ ചെയ്തിട്ടുണ്ട്, മിനിഞ്ഞാന്ന് ചെയ്തിട്ടുണ്ട്, അനാവശ്യമായൊരു ഇടപെടൽ 2011 നടത്തിയപ്പോ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, 2012 എന്റെ ഭാഗത്തൊരു തെറ്റ് വന്നപ്പോ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ തെറ്റെന്റെ ജീവിതത്തിൽ ആവർത്തിച്ചു വരികയാണ്. ഗൈഡൻസ് സെന്ററിൽ നിന്നൊരു കുട്ടിയുടെ മറുപടി, എനിക്ക് നന്നാവാൻ കഴിയില്ല എന്നെനിക്കുറപ്പാണ്, എനിക്ക് നന്നാവാൻ കഴിയില്ല എന്നെനിക്കുറപ്പാണ്. 100 കണക്കിന് കൂട്ടുകാരന്മാർക്കിടയിൽ നിന്ന് പ്രോഫ്കോൺ എന്ന് പറയുന്ന പ്രോജ്വലമായ പ്രോഗ്രാമിലേക്ക് കയറി വരാൻ എന്നെ പ്രേരിപ്പിച്ചത് നന്നാവുന്നു എന്നതിന്റെ തുടക്കം, സൂചനയാണ് എന്ന് ആ കുട്ടി തന്നെ അറിയാതെ സംസാരിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിരാശ വേണ്ട. പക്ഷേ ചില ഡിമാൻഡുകൾ നമ്മൾ പാലിക്കണം. വെറുതെ കൈകൾ ഉയർത്തിയോ ഉയർത്താതെയോ ലോകത്തിന്റെ നാഥനോട് റബ്ബേ തെറ്റ് സംഭവിച്ചു പോയി നാഥാ, മനസ്സു തട്ടാതെ പറഞ്ഞാൽ പോരാ. ഇതൊരു നാടകീയ രംഗമല്ല, ഇതൊരു യാന്ത്രികമായ പ്രവർത്തനമല്ല, ഇത് മനുഷ്യപ്രകൃതിപരമായി ഇങ്ങനെ ഒന്ന് സംഭവിച്ചു പോകേണ്ട ഒന്നല്ല. മറിച്ച് തെറ്റ് ചെയ്താൽ അവന്റെ ജീവിതത്തിൽ വേദനയുണ്ടാവുകയും ആ തെറ്റിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുകയും തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ഖേദിച്ചു മടങ്ങുക, പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന നിർബന്ധമായ ഒരു സാഹചര്യത്തിലേക്ക് നാം നിങ്ങളും മടങ്ങേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഹദീസിൽ നിന്നല്ല ഞാൻ പറയുന്നത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവരും അതിനുശേഷം വന്ന പണ്ഡിതന്മാരുമൊക്കെ കിതാബുകളിൽ ആദ്യ വരികളിൽ തന്നെ കാണും, ഖാലൽ ഉലമാ, ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത്? തൗബ വാജിബത്താണ് എന്ന്. അതിലാർക്കും സംശയമില്ല. പക്ഷേ അതിന് പാലിക്കേണ്ട മര്യാദയിൽ ഒന്ന് എന്താണ്? അനിൽ മഅസിയ, തെറ്റിൽ നിന്ന് പൂർണ്ണമായി പരിപൂർണമായി വേരോടുകൂടി അതിന് പിടിതെടുത്ത് പറിച്ചെടുത്ത് ആ തെറ്റിൽ നിന്ന് ഊരിമാറാൻ, ഒഴിഞ്ഞുമാറാൻ നമുക്ക് സാധിക്കണം. ഹൃദയത്തോട് ചോദിക്കൂ ചെറുപ്പക്കാരെ, എന്റെ അനുജന്മാരെ, പ്രോഫ്കോൺ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ പന്തലിരിക്കുന്നവരെ, ഇതാ ഞാൻ തൗബ ചെയ്തപ്പോ ആ തെറ്റിൽ നിന്ന് ഊരിമാറാൻ ആത്മാർത്ഥമായി ഇനി ഞാൻ തെറ്റിലേക്ക് പോവില്ല എന്ന് തീരുമാനിക്കാൻ, ചെയ്തു പോയതിൽ ഖേദമുണ്ടായിക്കൊണ്ട് അവിടെ നിന്നത് പറിച്ചു മാറ്റാൻ ഒരു പരിശ്രമമുണ്ടായതിനു ശേഷമാണോ നമ്മുടെ തൗബ നടന്നിട്ടുള്ളത്? രണ്ടാമത്തെ കാര്യമായി പണ്ഡിത ലോകം പറയുന്നത് ചെയ്തു പോയതിനെ കുറിച്ചുള്ള ഖേദമുണ്ടാകണം. പോരാ, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന ശപഥമുണ്ടാകണം. ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല.
ഇതൊക്കെ പാലിക്കുമ്പോഴാണ് എന്റെ തൗബ ലോകത്തിന്റെ നാഥനായ, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിലേക്ക് തടസ്സമില്ലാതെ ഉയർന്ന് ആ തൗബ റബ്ബ് സ്വീകരിക്കുന്നത്. ഇത് അല്ലാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ കണ്ടീഷൻസുകൾ മതി. പക്ഷേ മനുഷ്യരോടുള്ളതാണെങ്കിലോ, ആർക്കാണ് ഞാൻ ഒരു ഹക്ക് കൊടുത്തു വിട്ടാനുള്ളത് അത് കൊടുത്തു വിട്ടണം. ആരെക്കുറിച്ചാണോ ഞാൻ വേദനിപ്പിച്ചിട്ടുള്ളത് അവനോട് മാപ്പ് ചോദിക്കണം. ഏതൊരു പെൺകുട്ടിയെക്കുറിച്ചാണോ ഞാൻ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി അവളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചത് അവളോട് മാപ്പ് പറയണം. ഏതൊരു സഹപാഠിയെക്കുറിച്ചാണോ ഞാൻ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത്, കൂട്ടുകാരന്മാരുടെ കൈയടി കിട്ടാൻ, എന്റെ സഹപാഠികളുടെ കൈയടി കിട്ടാൻ, അതേ ആളുകൾക്കിടയിൽ ഒരു ക്രെഡിറ്റായി തോന്നി, ആളുകൾക്കിടയിൽ ഒരു അഭിമാനമായി തോന്നി, പൊട്ടിച്ചിരിപ്പിക്കാൻ, ആനന്ദമുണ്ടാക്കാൻ, അതൊരു ആഹ്ലാദമായി മാറ്റാൻ. പ്രിയപ്പെട്ടവരെ, പൊട്ടിച്ചിരിപ്പിക്കാനും ആഹ്ലാദമുണ്ടാക്കാനും അതൊരു രസകരമായ അനുഭൂതിയായി മാറാനും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ഏതൊരു സഹോദരന്റെ അഭിമാനത്തെയാണോ നാം പിച്ചി ചീന്തിക്കളഞ്ഞത് അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അവനോട് മാപ്പ് ചോദിക്കണം. ഹക്ക് കൊടുക്കാനുണ്ടോ കൊടുത്തു വിട്ടണം. അനർഹമായി സമ്പാദിച്ചിട്ടുണ്ടോ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് എന്റെ റബ്ബിലേക്ക് എനിക്ക് ഖേദിച്ചു മടങ്ങാൻ പറ്റണം. അപ്പോഴാണ് എന്റെ തൗബ തൗബയായി മാറുന്നത്. ആ സമയത്താണ് എന്റെ തൗബ തൗബയായി മാറുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കണം. എപ്പോഴാണ് തൗബ വേണ്ടത്? ഈ കണ്ടീഷൻസ് എന്റെ ജീവിതത്തിലേക്ക് വന്നു, ഞാനതിനെ ഓർത്തെടുത്തു, ഞാനതില് ശപഥം ചെയ്യാൻ തീരുമാനിച്ചു. മനുഷ്യനാണ്, അങ്ങനെയൊക്കെ തീരുമാനമെടുത്താലും വീണ്ടും സംഭവിച്ചേക്കാം, വീണ്ടും സംഭവിച്ചേക്കാം. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ആ റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ പടച്ചവനോട് നമുക്ക് പറയാം, പടച്ചവനെ ആത്മാർത്ഥമായ പരിശ്രമമുണ്ടായി, വീണ്ടും ഒരു ദുർബലമായ നിമിഷത്തിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് റബ്ബിലേക്ക് മടങ്ങുക. ഇതാവർത്തിച്ചാവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല തൗബയുടെ രീതി എന്ന് പ്രത്യേകം മനസ്സിലാക്കുകയും ചെയ്യുക. എന്നാൽ ഖുർആൻ പറയുകയാണ്, ആർക്കാണ് തൗബയുള്ളത്, ആർക്കാണ് തൗബയുള്ളത്? പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിൽ അല്ലാഹു പറയാണ്, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല. അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ട്, പഠനം നടത്താത്തത് കൊണ്ട്, അതിന്റെ ഗൗരവമറിയാത്തത് കൊണ്ട്, ഇതിന്റെ നാളെ വരാനിരിക്കുന്ന വിഷമഘട്ടങ്ങളെ അറിയാത്തത് കൊണ്ട്, ജാഹിലിയത്തിൽ നിന്നുകൊണ്ട് തെറ്റ് ചെയ്തു പോയി. സുമ്മ, ഉടനെ, പിന്നീട് തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ എന്തു ചെയ്യുകയാണ്? സുമ്മ യതൂബൂന മിൻ ഖരീബ്. അതെ, അടുത്ത നിമിഷം തന്നെ ചെയ്തു പോയല്ലോ, പറഞ്ഞു പോയല്ലോ, കണ്ടുപോയല്ലോ, സാക്ഷിയായി പോയല്ലോ, കൂട്ടുനിന്ന് പോയല്ലോ. ആലോചിക്കണേ, ഈ സംഭവം ദാ തൊട്ടടുത്ത നിമിഷം തന്നെ മനസ്സിലേക്ക് ഓടി വരികയും ഉടനെ തൗബ ചെയ്യുകയുമാണ് യഥാർത്ഥ രീതി. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. അവർക്ക് മേലെയാണ് ലോകത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിൽ 17-ാമത്തെ വചനമായി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രമാണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. ഉടനെ അല്ലാഹു പറയുന്നു, വലൈസത്തിത് തൗബതു ലില്ലദീന യഅമലൂൻ, നോക്കൂ, വലൈസത്തിത് തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുല്ലാൻ. തെറ്റെങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു, മാറാൻ പറ്റുന്നില്ല, എത്ര കേട്ടിട്ടും ഹൃദയത്തെ നന്നാക്കാൻ പറ്റുന്നില്ല, മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇതൊക്കെ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ വിട്ട് പ്രൊഫ്കോണിലേക്ക് ആയിരക്കണക്കിന് കുട്ടികൾ വന്നപ്പോ ഞാനും പോയി എന്നതല്ലാതെ എന്റെ മനസ്സ് തട്ടാൻ, എന്റെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാവാൻ, എന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഒരു കോരിത്തരിപ്പുണ്ടായിക്കൊണ്ട് ഒരു മാറ്റത്തിലേക്ക് മാറി ചിന്തിക്കാൻ എനിക്ക് സാധിക്കാതെ പോയാൽ, തെറ്റ് ചെയ്ത്, കുറ്റങ്ങൾ ചെയ്ത്, അതിക്രമങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷേ മരണം അവനെ തേടിയെത്തിയിരിക്കുകയാണ്. നിശ്ചയിച്ച സമയമായി. ആ സമയത്തവൻ പറയാണ്, അല്ലാ, ഈ സമയത്ത് ഞാൻ നിന്നോട് തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. ഇല്ല, അവർക്ക് തൗബയില്ലെന്ന് മാത്രമല്ല, സത്യനിഷേധികളായി, നന്ദികെട്ടവന്മാരായി അവർ ലോകത്ത് നിന്ന് കാഫിറുകളായി മരണപ്പെട്ടു പോകും. കാഫിർ എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? എന്താ? സത്യത്തെ നിഷേധിക്കുന്നവനും മൂടിവെക്കുന്നവനുമാണ്, അല്ലേ? ആ അർത്ഥത്തിൽ മരണപ്പെട്ടു പോകേണ്ടി വരും. അപ്പോ കേട്ടതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ കേൾക്കുന്നത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള
ആത്മാർത്ഥമായ പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഏതാനും ഹദീസുകൾ വിശദീകരണങ്ങളില്ലാതെ നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിക്കുക എന്നതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ അവിടുന്ന് പറയുന്നു, അത്തൂബു ഇലൈഹി ഫിൽ യൗമി, അല്ലാഹുവിലേക്ക് ഞാൻ ഒരു ദിവസം തന്നെ തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. അക്സറ മിൻ 70 മറ, 70 തവണയിൽ അധികം ഞാൻ ഓരോ ദിവസവും തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, യാ യുഹന്നാസ് തൂബു ഇലല്ലാഹ്, ഓ മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഒരു ദിവസം ഞാൻ 100 തവണ തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. തെറ്റു ചെയ്തവരാകുന്ന നമ്മൾ കുല്ലു ബിനി ആദം ഖതാഉൻ, ആദമിന്റെ മക്കൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖതാഈൻ, തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ അത്തവ്വാബൂൻ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. ഈ പ്രൊഫോണിന്റെ ബന്ധലിരിക്കുന്ന ഒരിട്ട കുട്ടിക്ക് ആത്മധൈര്യത്തോടുകൂടി പറയാൻ പറ്റുമോ, എന്റെ ജീവിതത്തിൽ നിസ്സാരമായ ഒരു തെറ്റ് പോലും വന്നിട്ടില്ല എന്ന് പറയാൻ ലോകത്തിലൊരു മനുഷ്യനും സാധ്യമല്ല. ആദമിന്റെ മക്കളായി പിറന്നു വീണോ, തെറ്റ് മനുഷ്യ ജീവിതത്തിലേക്ക് വരിക സ്വാഭാവികമാണ്. ഖേദിച്ചു മടങ്ങി, പശ്ചാത്തപിച്ചു മടങ്ങി അല്ലാഹുവിലേക്ക് പാപമോചന പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഇതിനുള്ള മാർഗം. അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഹദീസിന്റെ പൂർണ്ണരൂപം ഞാൻ വായിക്കുന്നില്ല, അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം കൽപ്പിക്കട്ടെ. അല്ലാഹുവിന് എത്രത്തോളം ഇഷ്ടമാണെന്നറിയുമോ, ഇതാ മനുഷ്യനോട് തെറ്റ് ചെയ്തു പോയാൽ ആ മനുഷ്യനെ കണ്ടിട്ട് ഞാൻ ചെയ്തത് ശരിയായില്ല, എനിക്ക് നിങ്ങൾ പുറത്തു തരണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് പോലും നമ്മളോട് ഇഷ്ടമുണ്ടാകാറുണ്ട്. എന്നാൽ ലോകത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹ്, ആ റബ്ബ് ദാ അവനിലേക്ക് ഖേദിച്ചു മടങ്ങി പടച്ചവനെ എനിക്ക് മാഫ് തരണേ എന്ന് പറയുന്നത് എത്രത്തോളം അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു പ്രത്യേകമായ ഉദാഹരണമാണ് പഠിപ്പിക്കുന്നത്. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യന്റെ ഭക്ഷണമൊട്ടകപ്പുറത്താണ്, വെള്ളമൊട്ടകപ്പുറത്താണ്, മാറ്റിയൊടുക്കാനുള്ള വസ്ത്രമൊട്ടകപ്പുറത്താണ്. യാത്രക്കിടയിൽ വിശ്രമിക്കുമ്പോ ഒട്ടകം നഷ്ടമായി, വാഹനം നഷ്ടമായി, അയാൾ തളർന്നുപോയി. പിന്നീട് എഴുന്നേറ്റ് നോക്കുമ്പോ നഷ്ടപ്പെട്ടു പോയി, കിട്ടില്ലെന്ന് വിചാരിച്ച ആ ഒട്ടകം വെള്ളവും ഭക്ഷണവും വസ്ത്രവുമായി മുന്നിൽ നിൽക്കുന്ന സന്തോഷകരമായ രംഗമാണ് അയാൾ കാണുന്നത്. ഉടനെ ചാടി എഴുന്നേറ്റു അയാൾ. എന്നിട്ട് ഫഅഖദ ബിഖിതാമിഹാ, ഒട്ടകത്തിന്റെ ആ കടിഞ്ഞാണിൽ മൂക്കുകയറിൽ അങ്ങോട്ട് പിടിച്ചിട്ട് സുമ്മ ഖാല മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ ആധിക്യത്താൽ ആ മനുഷ്യൻ പറഞ്ഞു പോയ വാക്ക്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത അബ്ദി, നീ എന്റെ അടിമയാണ്, നീ എന്റെ അടിമയാണ്. പോരാ, വ അന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബുമാണ്. ഇത് ഞാൻ തെറ്റിച്ചതല്ല, അയാൾ തെറ്റിപ്പറഞ്ഞതാ. എന്തിന്? സന്തോഷത്തിന്റെ ആധിക്യത്താൽ നഷ്ടപ്പെട്ടു പോയ ഒന്ന് തിരിച്ചു കിട്ടി. അത് മരുഭൂമിയിൽ ആരാരുമില്ലാത്ത ഒരു പ്രത്യേകമായ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സ്ഥലത്ത്. പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക്, ഉണ്ടായിരുന്ന വാഹനം നഷ്ടപ്പെട്ടു പോയി. ആ വാഹനത്തെ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞുപോയ വാക്കാണ് അല്ലാഹുമ്മ അൻത അബ്ദി, അല്ലാഹ് നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി. ഇത് തെറ്റിയതാണ്, സന്തോഷത്തിന്റെ ആധിക്യത്തിൽ തെറ്റ് സംഭവിച്ചതാണ്. ഇതെത്ര വലിപ്പം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ അതിന്റെ എത്രയോ ഇരട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. എന്നാണ് തൗബ ചെയ്യേണ്ടത്? ഉടനെ ഇന്ന് ഈ പന്തലിലിരുന്ന് ഞാൻ ചെയ്ത തെറ്റെനിക്കറിയാം. പാതിരാത്രിയിൽ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഒന്നാസുനിയാമൻ, ജനങ്ങൾ കുറങ്ങുകയാണ്. ഞാൻ എഴുന്നേൽക്കുന്നു, നാളെ ഞാൻ എഴുന്നേൽക്കുന്നു. 5 മണിക്ക്, 3 മണിക്ക്, 2 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. എന്റെ മാതാവ് ഉറങ്ങുകയാണ്, എന്റെ പിതാവ് ഉറങ്ങുകയാണ്, ഹോസ്റ്റലിൽ എല്ലാവരും ഉറങ്ങുകയാണ്. ഞാൻ എഴുന്നേൽക്കുന്നു, ഒന്നുവെടുക്കുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കാരം നിർവഹിക്കുന്നു. സുജൂദിൽ കിടന്നുകൊണ്ട് എന്റെ മനസ്സുകൊണ്ട് സകലവിധ പ്രശ്നങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞു. അല്ലാഹുവിനറിയാം ഞാൻ ചെയ്ത തെറ്റ്, പക്ഷേ തുറന്നു പറയുന്നു അല്ലാഹുവിനോട്, അല്ലാഹ് സംഭവിച്ചു പോയി നാഥാ, ഇത് തെറ്റ് ചെയ്തു പോയി നാഥാ, മാപ്പ് തരണേയെന്ന് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചാൽ ആ കൈകളെ, ആ പ്രാർത്ഥനകളെ
ശിഫ്രാക്കി മടക്കാൻ, ശൂന്യമാക്കി മടക്കാൻ ലോകത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹുവിന് ലജ്ജയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അല്ലാഹ് സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ ആബിദി മാ ലം യുഗർഗിർ. അവസാനം ബൈക്ക് ആക്സിഡന്റ് പെട്ട്, റോഡിൽ അപകടത്തിൽപ്പെട്ട്, വാഹന അപകടത്തിൽപ്പെട്ട്, ഈ ചോരത്തിളപ്പിന്റെ സമയത്ത് അതിവേഗതയിൽ വാഹനം ഓടിച്ച് റോഡിൽ ചോര വാർന്നൊലിച്ച് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ രക്ഷയില്ല, മരണമുറപ്പായ ഒരു സന്ദർഭത്തിൽ ഗറഗറ ശബ്ദം തൊണ്ടയിൽ നിന്ന് വന്നു കിടക്കുമോ നാഥാ, ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് ചെയ്തത്, പറഞ്ഞത്, അവളോട് അപമര്യാദയായി പെരുമാറിയത്, എന്റെ കൂട്ടുകാരനോട് ചെയ്തത്, പാതിരാത്രിയിൽ ആരും കാണാനില്ലാത്ത സമയത്ത് ഞാൻ ചെയ്തു പോയത്, ഏതാനും മിനിറ്റുകൾ കിട്ടിയപ്പോ ഓർത്തെടുത്ത് ആ തൊണ്ടക്കുടിയിൽ നിന്ന് ഗറഗറ ശബ്ദം വന്നപ്പോ അവിടെ വെച്ച് തൗബ ചെയ്താൽ ഇല്ല, നിങ്ങൾക്ക് മാപ്പില്ല, ഒരിക്കലും മാപ്പില്ല. അതുവരെ സമയമുണ്ട്. ആ സമയമെന്നാ 1 വർഷം കിട്ടുമോ അറിയില്ലല്ലോ നമുക്ക്, 1 മാസം കിട്ടുമോ അറിയില്ലല്ലോ നമുക്ക്, 24 മണിക്കൂർ കിട്ടുമോ അറിയില്ലല്ലോ. ഞാൻ അണിഞ്ഞ ഷർട്ട് എന്റെ കൈകൊണ്ട് അയച്ചു മാറ്റാൻ പറ്റുമോ ഉറപ്പില്ലല്ലോ നമുക്ക്. സമയം കളയാതെ തൊട്ടടുത്ത നിമിഷം ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ട് നാഥാ മാപ്പ് നൽകണേ എന്ന് പശ്ചാത്താപത്തിന്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയരാൻ സമയം വൈകിപ്പോയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. വീട്ടിലേക്ക് വിളിക്കണം ഉമ്മാനെ. ഉമ്മ പ്രോഫ്കോണിന്റെ സമ്മേളന പന്തലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക ബ്രേക്കിന്റെ സമയമാണ്. ആ സമയത്താണ് ഞാൻ വിളിക്കുന്നത്. ഉമ്മ നിങ്ങളോട് പറഞ്ഞു പോയ വാക്ക് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ഒരുപക്ഷെ ഇല്ലെങ്കിൽ ഞാൻ നരകത്തിലായി പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് മാപ്പ് തരണേ എന്ന് പറയാൻ, ഉപ്പയെ വിളിച്ച് ആ ഉപ്പയോട് ക്ഷമിക്കണമെന്ന് പറയാൻ, ചേട്ടനെ വിളിച്ച് ക്ഷമിക്കണമെന്ന് പറയാൻ, സഹപാഠികളോട് മാപ്പ് ചോദിക്കാൻ, അല്ലേ സമയമായിട്ടില്ല എന്നൊരു തോന്നൽ ഈ പ്രോഫ്കോണിലിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രസംഗങ്ങൾ, ക്ലാസുകൾ, വയലുകൾ ഒന്നും നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇല്ല. കാതിലൂടെ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക്, ചിന്താമണ്ഡലത്തിലേക്ക് കയറി ചെന്നിട്ടില്ല. ബാഹ്യാർത്ഥത്തിൽ ഇരുത്തം മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് സമയം കളയേണ്ടതില്ല. നേരത്തെ കേട്ട എല്ലാ വിഷയങ്ങളിലും ഏതൊക്കെ പോസിറ്റീവുകളുണ്ടോ സർവ്വതും സ്വായത്തമാക്കുക. ഏതൊക്കെ നെഗറ്റീവുകൾ എന്റെ ജീവിതത്തിലും പരിസരങ്ങളിലുമുണ്ടോ സർവ്വതും തട്ടിമാറ്റി ഒരു സുതാര്യമായ, ഒരു ഋജുവായ, സിറാത്തുൻ മുസ്തഖീമായ പാതയിൽ മുന്നോട്ട് പോകാൻ വെമ്പൽ കാണിക്കണേ, ജാഗ്രത കാണിക്കണേ, സമയം കളയാതെ ധൃതി കാണിക്കണേ, സാരിയോ ധൃതിപ്പെടണേ എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വ്യഭിചാരത്തിലകപ്പെട്ട് ഒരൊറ്റ വാക്കുകൂടി പറയട്ടെ, വ്യഭിചാരത്തിലകപ്പെട്ട് കുറ്റമേറ്റു പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന പെണ്ണിന്റെ കഥ നിങ്ങൾക്കറിയുമല്ലോ. ഏറ്റു പറഞ്ഞു, റസൂലുള്ള തിരിച്ചയച്ചു, വീണ്ടും വന്നു, തിരിച്ചയച്ചു, കുട്ടിയായി, ആ കുട്ടിയുമായി തിരിച്ചയച്ചു. അവസാനം വന്നു, കുറ്റം ഏറ്റു പറഞ്ഞു, ശിക്ഷ ഏറ്റുവാങ്ങാനിരിക്കുകയാണ്, എറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. ആ സമയത്ത് ചോര തെറിക്കുമ്പോ ദാ ഒരു മോശമായ പ്രയോഗം നടത്തിയ സന്ദർഭമൊക്കെ പല ആളുകളും പറഞ്ഞ സന്ദർഭമൊക്കെ അറിയാം. ആ മയ്യത്തിന് വേണ്ടി ഇമാമായി നിന്നത് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വ്യഭിചാരത്തിലകപ്പെട്ട് കുറ്റമേറ്റു പറഞ്ഞ് എറിഞ്ഞു കൊന്ന പെണ്ണിന് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിൽക്കുമ്പോ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു വാക്കുണ്ടായിരുന്നു. എന്താ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, ദാ നബിയെ, പ്രവാചകരെ, തുസല്ലി അലൈഹ വഖദ് സനത്, അവൾ വ്യഭിചാരിയായിരുന്നില്ലേ, നിങ്ങളാണോ അവൾക്ക് വേണ്ടി നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവളുടെ ആ പശ്ചാത്താപമുണ്ടല്ലോ, ആരും പിടിച്ചുകൊണ്ടുവന്നതല്ല, ഒരു പട്ടാളവും കൊണ്ടുവന്നതല്ല, സ്വയം ഞാൻ തെറ്റുകാരിയാണെന്ന് ബോധ്യപ്പെട്ട് ശിക്ഷ ഇവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ പാരത്രിക ലോകം നഷ്ടപ്പെടുമെന്ന് ദാ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞു വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ ആ പെണ്ണിന്റെ പശ്ചാത്താപമുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലഖദ് താബത തൗബതൻ ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന. മദീനയിലെ എത്രയോ ആളുകൾക്ക് ഈ ഹദീസിലോ ഈ പ്രയോഗത്തിലും വന്ന നോക്കൂ, അത്ര ആളുകൾക്ക് വീതിച്ചു കൊടുത്താലും അതൊക്കെ അവർക്കൊക്കെ അത് മതിയാകും. ആത്മാർത്ഥമായ പശ്ചാത്താപം. ഓരോരുത്തരോടും പേര് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്തത് എനിക്കറിയാം, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കറിയാം. ഉടനെ റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേട്ടത് ജീവിതത്തിൽ പകർത്താനുള്ള
ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.